മനോഭാവം, ആറ്റിറ്റ്യൂഡ്. എല്ലാം അതാണ്. ഓരോ വിഷയത്തോടുമുള്ള നമ്മുടെ സമീപനമാണ് പ്രധാനം. ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് സമീപനമാണ്, എന്ത് ആറ്റിറ്റ്യൂഡാണ്, എന്ത് മനോഭാവത്തോടാണ് ഇതിനോട് കാണിക്കുന്നത്. ഭക്ഷണത്തോടാവട്ടെ, വസ്ത്രധാരണ രീതികളോടാകട്ടെ, ഒരു കാര്യം ഇഷ്ടപ്പെടുന്നതാകട്ടെ, പാട്ട് പാടുന്നതാകട്ടെ, സിനിമ കാണുന്നതാകട്ടെ, ഓരോ വിഷയങ്ങളെ വിലയിരുത്തുന്നതാകട്ടെ, മനസ്സിലാക്കുന്നതാകട്ടെ, എല്ലാറ്റിലും ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പോസിറ്റീവായിട്ടുള്ള മനോഭാവം വേണം എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാ വിഷയങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗൗരവതരമായ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിഹരിക്കപ്പെടണമെങ്കിൽ നേരത്തെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചുള്ള കാമ, ക്രോധ, ലോഭ, മോഹ ഭാഗങ്ങളുടെ ഭാഗമായി അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ പദവിയുടെയും ഈഗോയുടെയും ഗോപുരങ്ങളായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഈഗോ ഒരു പരിധിവരെ ആവശ്യമാണ്. നമ്മൾ ബ്ലഡ് ഷുഗറും BP എന്നൊക്കെ പറയുന്നത്, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ബോഡിയിൽ ഒരു പരിധിവരെ ആവശ്യമാണ്. പക്ഷെ അത് കൂടിപ്പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാനെന്ന ഭാവം നല്ലതാണ്. അത് അഹംഭാവത്തിലേക്ക് പോയാൽ, അഹങ്കാരത്തിലേക്ക് പോയാൽ പിന്നെ അത് പ്രശ്നമാണ്. അപ്പോൾ മനോഭാവം വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യൻ്റെയും മനോഭാവം, ഭരണകൂടത്തിൻ്റെ മനോഭാവം, ആ നാട്ടിലെ ജനങ്ങളോടുള്ള രീതിയുടെ. ഇപ്പോൾ നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ സമരമായാലും മറ്റ് സമരങ്ങളെ, ഞാൻ ആശാ വർക്കേഴ്സിന് സ്പെസിഫിക്കായി പറഞ്ഞില്ല, സമരങ്ങളായാലും സമരങ്ങളോടുള്ള ഭരണകൂടങ്ങളുടെ മനോഭാവം, ഉദ്യോഗസ്ഥ സംവിധാനത്തിന് ജനങ്ങളോടുള്ള മനോഭാവം, കോടതികൾക്ക് ജനങ്ങളോടുള്ള മനോഭാവം, മനുഷ്യർക്ക് സാധാരണ ജനങ്ങൾക്ക് കോടതിയോടുള്ള മനോഭാവം, അങ്ങനെ ഓരോ മേഖല എടുത്താലും, ഒരു വ്യക്തികൾ തമ്മിലെടുത്താലും, കുടുംബാംഗങ്ങൾ തമ്മിലെടുത്താലും, ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ എടുത്താലും, ഒരു രാജ്യം എന്നുള്ള നിലയിൽ എടുത്താലും എന്താണ് നമ്മുടെ മനോഭാവം? രാജ്യത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ്? ഓരോ പ്രദേശത്തോടുള്ള മനോഭാവം എന്താണ്? പ്രകൃതിയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇത് വളരെ പ്രധാനമാണ്. ജലത്തോടത്തുള്ള, ജലത്തിൻ്റെ ഉപയോഗത്തിലുള്ള, ഓരോ വസ്തുക്കളുടെയും ഉപഭോഗത്തിലുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സംരക്ഷണത്തിലുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സംഭരിക്കുന്നതിലുള്ള നമ്മുടെ മനോഭാവം എന്താണ്? മഴയെപ്പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മഴയെ കരുതുന്നതിൽ നമ്മുടെ മനോഭാവം എന്താണ്? ജലം പോലുള്ള ദുർലഭമായി വരുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലുള്ള അച്ചടക്കത്തിൻ്റെ മേഖലയിൽ നമ്മുടെ മനോഭാവം എന്താണ്? സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കൂ. ഈ മനോഭാവമല്ലേ മാനവരാശിയെ ഉയർന്നവരും താഴ്ന്നവരും ദരിദ്രരും പണ്ഡിതരും പാമരും എല്ലാം ആക്കുന്നത്. മനോഭാവം ഗൗരവമായി പഠിക്കുക, വിലയിരുത്തുക. അത് നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ.